ചിലർ പറയും പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്കൊരു ഗുണം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അഷ്ടമശനി വന്നപ്പോൾ എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല, ഞാൻ വീട് വെച്ചല്ലോ എന്നൊക്കെ പറയും. സാമ്പത്തികമായിട്ടാണെന്നുണ്ടെങ്കിലും വാഗ്ഗുണവും വിദ്യാഗുണവും അത്തരത്തിലുള്ള അതുപോലെ വീടിൻ്റെ നിർമ്മാണം തുടങ്ങിയുള്ള സംഗതികൾക്കൊക്കെ അനുകൂലമാണ്. പക്ഷെ ഇടവരാശിയെ സംബന്ധിച്ച് വ്യാഴം അഷ്ടമാധിപൻ കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞതിൻ്റെ ഗുണഫലങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കളിപ്പിക്കും. ഇടയ്ക്ക് ഇതൊന്ന് കർക്കിടക രാശിയിലേക്ക് പോകും, തിരിച്ച് വക്രഗതിയിൽ തിരിച്ച് മിഥുനത്തിലേക്ക് തന്നെ വരും. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചേഞ്ചസ് ഇതിന് വരും. എങ്കിലും ഇയാളെ ഒന്ന് കുഴപ്പിക്കാൻ അവനവൻ തന്നെ കുഴി കുഴിക്കുന്ന പോലെയുള്ള വാക്കുകൾ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. രണ്ടാം ഭാവം വാക്സ്ഥാനമാണ്. ശരദമാണ്. അപ്പൊ വ്യാഴമാറ്റത്തെ പറ്റി പറഞ്ഞു. ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ വ്യാഴമാറ്റത്തിൽ നമുക്ക് അതിന്റെ ഫലം ഉണ്ടാവുക? അതെ, എല്ലാ രാശിക്കാരെയും അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഈ എല്ലാ ഗ്രഹത്തിൻ്റെയും മാറ്റം സ്വാധീനിക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ സൂര്യൻ തുടങ്ങി ശനി വരെയും രാഹുകേതുക്കളുടെയും ഗുളികന്റെ ഉൾപ്പെടെ കേരളത്തിൽ നമ്മൾ ഗുളികനെ കൂടി പരിഗണിക്കുന്നുണ്ട്. ഇവരെല്ലാവരെയും വെച്ചിട്ട് തന്നെയാണ് ഫലം പറയുന്നത്. അതിൽ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നേ ഉള്ളൂ വ്യാഴത്തിനും ശനിക്കും രാഹുകേതുക്കൾക്കും ഒക്കെ. അത് ശനി ഒരു രാശിയിൽ 2.5 കൊല്ലം നിൽക്കും, വ്യാഴം 1 വർഷം നിൽക്കും. അതായത് കുറച്ച് നീണ്ടൊരു കാലയളവ് നമുക്ക് കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മളെ ഇവരെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഫലത്തെ പറയുന്നത്. കാരണം ഇത്തരം മീഡിയകളിൽ കൂടി നമുക്ക് ഇത്രയേ പറയാനൊക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത് അവരവരുടെ ജാതകപ്രകാരം അനുകൂലമായിട്ടുള്ള കാലമാണോ, ദശാകാലം അനുകൂലമാണോ, അപഹാരകാലം അനുകൂലമാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഇതിൻ്റെ ഗുണദോഷങ്ങൾ നിശ്ചയിക്കാനായിട്ട്. നമ്മളൊരു പൊതുഫലത്തെയാണ് എപ്പോഴും പറയുക ഇത്തരത്തിൽ പറയുമ്പോൾ. അപ്പോൾ ചിലർ പറയും പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്കൊരു ഗുണം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അഷ്ടമശനി വന്നപ്പോൾ എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല, ഞാൻ വീട് വെച്ചല്ലോ എന്നൊക്കെ പറയും. അവർക്ക് ജാതകാൽ അവരുടെ ബാക്കിയുള്ള ദശാപഹാരങ്ങളും മറ്റു ഗ്രഹങ്ങളുടെയും ഒക്കെ ഫലം അനുകൂലമായിരിക്കും. അപ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും അല്ലെങ്കിലും പറയുക, ഈ ജന്മന ഈശ്വരാധീനമുള്ള വ്യക്തികൾക്ക് കണ്ടകശനി ആയാലും വ്യാഴംപഴ ആയാലും ഒക്കെ താൽക്കാലികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നേ ഉള്ളൂ. പിന്നത്തേക്ക് ഏറ്റവും ഗുണപരമായിട്ടുള്ള ഒരു ഫലത്തെ കൊടുക്കുവാനുള്ള ബുദ്ധിമുട്ടുകൾ ആയിരിക്കും എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അടുത്ത രാശി ഇടവരാശിയാണ്. കാർത്തിക മുക്കാല് രോഹിണി മകീരത്തിൻ്റെ പകുതി ഭാഗം വരെയുള്ള ഇടവരാശിക്കാരുടെ ഫലമാണ്. അവരെ സംബന്ധിച്ച് വ്യാഴം 2-ലാണ് വരുന്നത്. അപ്പോൾ 2-ലെ വ്യാഴം ഗുണം ചെയ്യേണ്ടതാണ്. സാധാരണഗതിയിൽ 2-ലെ വ്യാഴം വളരെയധികം ഗുണം ചെയ്യേണ്ടതാണ്. സാമ്പത്തികമായിട്ടാണെന്നുണ്ടെങ്കിലും വാഗ്ഗുണവും വിദ്യാഗുണവും അത്തരത്തിലുള്ള അതുപോലെ വീടിൻ്റെ നിർമ്മാണം തുടങ്ങിയുള്ള സംഗതികൾക്കൊക്കെ അനുകൂലമാണ്. പക്ഷെ ഇടവരാശിയെ സംബന്ധിച്ച് വ്യാഴം അഷ്ടമാധിപൻ കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞതിൻ്റെ ഗുണഫലങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കളിപ്പിക്കും. അപ്പോൾ വീട് പണിയേണ്ടവർക്ക്, വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയാം. പക്ഷെ അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ചെയ്യാൻ നേരത്തേക്ക് കുറച്ച് തടസ്സങ്ങൾ സൃഷ്ടിക്കും. അത് അഷ്ടമാധിപനാണ് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ എന്തായാലും 2-ലെ വ്യാഴം പൊതുവിൽ ഗുണം ചെയ്യുമെങ്കിലും അതേപോലെ ഇടയ്ക്ക് വാക്ക് ഒന്ന് വികട സരസ്വതി കയറി വന്നു എന്നൊക്കെ വരും. കാരണം ഈ വാക്ക് കൊണ്ട് ഇയാൾക്ക് നന്മയാണ് ഉണ്ടാകേണ്ടത് 2-ലെ വ്യാഴം കൊണ്ട്. പക്ഷെ അഷ്ടമാധിപനായതുകൊണ്ട് ഇയാളെ ഒന്ന് കുഴപ്പിക്കാൻ അവനവൻ തന്നെ കുഴി കുഴിക്കുന്ന പോലെയുള്ള വാക്കുകൾ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. രണ്ടാം ഭാവം വാക്സ്ഥാനമാണ്. അപ്പോൾ എല്ലാത്തിനും എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ ഒരു തടസ്സങ്ങൾ അല്ലെങ്കിൽ ഒരു തട്ട് ഉണ്ടാകാതെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യാഴമാറ്റം ഇടവരാശിക്കാരെ സംബന്ധിച്ച് അനുകൂലമാണ്. അതേപോലെ അവരുടെ ഈ കണ്ടകശനി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് 11-ലാണ് ഇപ്പോൾ ശനി നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് കണ്ടകശനി കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടും എന്തുകൊണ്ടും അവരെ സംബന്ധിച്ച് ജാതകത്തിലെ ഫലം കൂടി അനുകൂലമാണെങ്കിൽ അവർക്ക് കുറച്ച് ഗുണപരമായിട്ടുള്ള കാലമാണ് ഇനിയിപ്പോൾ അടുത്തൊരു വർഷത്തേക്ക് എന്ന് വേണം പറയാനായിട്ട്. ഇപ്പൊ ഇടവമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് മിഥുന രാശിയാണ്. മിഥുന രാശിക്കാരെ സംബന്ധിച്ച് ഈ വരാനിരിക്കുന്ന വ്യാഴമാറ്റം ജന്മവ്യാഴം എന്നാണ് പറയുക. അപ്പോൾ കാര്യം ഈ വ്യാഴം 7-ാം ഭാവാധിപനാണ്, 10-ാം ഭാവാധിപനാണ്. ഇങ്ങനെയൊക്കെ ഗുണം ഈ മിഥുന രാശിക്കാരെ സംബന്ധിച്ച് ഈ വ്യാഴത്തിനുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് തൊഴിൽ സംബന്ധമായിട്ടുള്ള ഗുണങ്ങൾ, വിവാഹം ആലോചിക്കുന്നവർക്കാണെങ്കിൽ വിവാഹ ലാഭം, അത്തരത്തിലൊക്കെയുള്ള എന്തായാലും തൊഴിൽ സംബന്ധമായിട്ടും അവരുടെ പൊസിഷനിൽ ഒരു ഉയർച്ച ഇതൊക്കെ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ജന്മവ്യാഴം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ചെറിയൊരു തടസ്സം കൂടി സൃഷ്ടിക്കുന്നതാണ്. അപ്പോൾ വ്യാഴത്തിനെ നന്നായിട്ട് പ്രീതിപ്പെടുത്തുകയാണ് എങ്കിൽ, വ്യാഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുപ്രീതിയാണ് ചെയ്യേണ്ടത് വ്യാഴത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഏത് ഈശ്വരന്മാരെ പ്രാർത്ഥിക്കുന്നതും ഗുണം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഈ പ്രതികൂലമായിരിക്കുന്ന കാലത്തെ അവർക്ക്
വളരെ ഗുണപരമാക്കി മാറ്റാൻ സാധിക്കും. അങ്ങനെയാണ് മിഥുനരാശിയുടെ ഫലം പറയേണ്ടത്. ജന്മവ്യാഴം പൊതുവെ അത്ര ഗുണമായിട്ടല്ല, ചില്ലറ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ വ്യാഴം ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ പക്ഷെ 7ാം ഭാവാധിപനും കർമാധിപൻ കൂടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വ്യാഴം എന്നുള്ളത് വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ 7ാം ഭാവാധിപൻ കേന്ദ്രാധിപൻ ആണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ കർമാധിപൻ കൂടി ആകുമ്പോഴത്തേക്കും ഇവരുടെ രണ്ടുപേരുടെയും സ്ഥിതി, ലഗ്നത്തിലെ സ്ഥിതി എപ്പോഴും ഗുണമായിട്ടാണ് നമ്മൾ പറയുക. അങ്ങനെ വരുമ്പോൾ ആ ഗുണത്തെ വർദ്ധിപ്പിക്കാം വ്യാഴപ്രീതി വരുത്തി കഴിഞ്ഞാൽ. ഇനി കർക്കിടകൻ രാശിയാണ്. കർക്കിടകൻ രാശിക്കാർക്ക് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണെന്നാണ് പറയേണ്ടത്. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് കുറച്ച് വ്യാഴം ഇനി 12ലേക്കാണ് മാറുന്നത്. ദുരിതസ്ഥാനമാണ്, നഷ്ടസ്ഥാനം, വ്യയസ്ഥാനം അങ്ങനെയൊക്കെ പറയും, മോക്ഷസ്ഥാനം ഒക്കെയാണ് 12ാം ഭാവം. അപ്പോൾ കർക്കിടക രാശിക്കാരെ കുറച്ച് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാര്യം അവർക്ക് കണ്ടകശനി ആയിരുന്നു, അഷ്ടമശനി ആയിരുന്നു. കഴിഞ്ഞൊരു 2.5 കൊല്ലമായിട്ട് അവർക്ക് അഷ്ടമശനി ആയിരുന്നു. വലിയ ഒരു ഈശ്വരാധീനത്തിന് വേണ്ടി പ്രയത്നിക്കാത്തവർക്ക് മുഴുവനും പ്രയത്നിച്ചോർക്കും എന്ന് വേണം പറയാനായിട്ട്. പ്രയത്നിക്കാത്തവർക്ക് അതികഠിനമായിട്ടുള്ള കാലമായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇതിനു മുന്നേ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയിൽ ധാരാളം വന്നിട്ടുണ്ട്, ഇത്തരത്തിലുള്ള ധാരാളം കോളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ അവരുടെ അഷ്ടമശനി കാലത്തെക്കുറിച്ച്. അതിൻ്റെ 2.5 കൊല്ലം മുന്നേ കണ്ടകശനിയുമായിരുന്നു. അപ്പോൾ ഒരുപാട് കാലമായിട്ട് അവരിങ്ങനെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയേണ്ടത്. അതിൽ ഈശ്വരാധീനം നല്ലോണം ഉള്ള ആളുകളാണ് അതിൽ പെട്ടുപോകാതെ കടന്നു പോകുന്നത്. അവർക്ക് തന്നെ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അവരെ സംബന്ധിച്ച് ശനിമാറ്റം അനുകൂലമാണ്. വലിയ ദുരന്തം കടന്നു വന്നു എന്നാണ് പറയാ. പക്ഷെ വ്യാഴം ഇപ്പം 11ലെ വ്യാഴമാണ്. ഇപ്പം കുറച്ച് ദിവസങ്ങൾ, അതായത് ഏപ്രിൽ മെയ് 15 വരെ, ഏപ്രിൽ മാസവും മെയ് 15ാം തീയതിയും വരെ അവർക്ക് പുതിയൊരു സ്റ്റെപ്പ് വെക്കാനുള്ള ടൈമാണ്. അപ്പോൾ നമ്മളെ വിളിച്ചവരോട് മുഴുവൻ, നമ്മളോട് ചോദിച്ചവരോട് മുഴുവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അടുത്ത 15ാം തീയതിക്കുള്ളിൽ നിങ്ങൾ അടുത്തൊരു സ്റ്റെപ്പ് വെക്കണം. എന്തെങ്കിലും ഇനി അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ അത് ഇപ്പോഴാണ് അതിൻ്റെ അനുകൂലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 15ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വ്യാഴം മാറ്റം, വ്യാഴം 12ലാകുമ്പോഴത്തേക്കും വീണ്ടും ഈ ഒരു ലക്ക് കൊണ്ടൊന്നും ഒരു കാര്യവും നേടാൻ പറ്റില്ല. ഈശ്വരാധീനം അല്ലെങ്കിൽ ഭാഗ്യം, നമ്മളെപ്പോഴും ഭാഗ്യത്തിൻ്റെ, നമ്മൾ എത്ര നമ്മൾ പ്രയത്നിച്ചു കഴിഞ്ഞാലും ഒരു ഭാഗ്യത്തിൻ്റെ ഒരു ആനുകൂല്യം കൂടി, ഒരു ലക്കും കൂടി നമ്മുടെ കൂടെ ഉണ്ടെങ്കിലാണ് അത് ഫുള്ളി സക്സസ് ആവുന്നത്. അപ്പോൾ ആ ഒരു ലക്ക്, ഭാഗ്യം എന്ന് പറയുന്ന സംഗതി കുറച്ച് കുറവായിരിക്കും കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ വ്യാഴപ്രീതി അസലായിട്ട് ചെയ്തോളുക, അതാണ് പറയാനുള്ളത്. വിഷ്ണുപ്രീതി നന്നായിട്ട് ചെയ്തോളുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായാലും ശരി, അവരെ സംബന്ധിച്ച് ഈ അഷ്ടമശനി കടന്നു വന്നു എന്നുള്ളത് അവരുടെ ലൈഫിൻ്റെ തന്നെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് കാണേണ്ടത്. അത്രയും ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോയിരുന്നു. എന്തായാലും കുറച്ചും കൂടി നിങ്ങളെ ഒരു ഈശ്വരപ്രീതിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. വിഷ്ണുപ്രീതി നന്നായിട്ട് വരുത്തണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കുറെ കൂടി അനുകൂലമാക്കി എടുക്കാൻ സാധിക്കും കർക്കിടകക്കൂറുകാർക്ക്. ഈ വ്യാഴമാറ്റം എത്ര കാലം ആണ്? 1 വർഷമാണ്. പൊതുവെ വ്യാഴം ഒരു രാശിയിൽ 1 വർഷമാണ് നിൽക്കുക. അപ്പോൾ 1 വർഷം എന്നുള്ളത് ഇപ്പോൾ ഈ മെയ് 15ാം തീയതി വ്യാഴം മാറി അടുത്ത മെയ് 15ന് വ്യാഴം മാറും എന്ന് വിചാരിക്കരുത്. ചിലപ്പം അതിൻ്റെ ഇടയിലൊന്ന് അതിൻ്റെ വേഗത്തിന്, ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ വേഗതയിലുള്ള വ്യത്യാസം പോലെ ഗ്രഹങ്ങൾക്ക് പരസ്പരം ആകർഷണമുണ്ട് എന്നുള്ളത് കൊണ്ടും ഇടയ്ക്ക് ഇതൊന്ന് കർക്കിടക രാശിയിലേക്ക് പോകും, തിരിച്ച് വക്രഗതിയിൽ തിരിച്ച് മിഥുനത്തിലേക്ക് തന്നെ വരും. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചേഞ്ചസ് ഇതിന് വരും. എങ്കിലും 1 വർഷമാണ് വ്യാഴം ഒരു രാശിയിൽ നിൽക്കുക. 1 വർഷത്തെ ഫലം ആണ് നമ്മൾ ടോട്ടലായിട്ട് പറയുക, വ്യാഴത്തെ കൊണ്ട് പറയുന്നത്. ഇപ്പോൾ കർക്കിടകം കഴിഞ്ഞ് ഇനി അടുത്തത് ചിങ്ങരാശിയാണ്. ചിങ്ങരാശിയെ സംബന്ധിച്ച് വ്യാഴം 11ലേക്കാണ് മാറുന്നത്. 11ലെ വ്യാഴം വളരെ ഗുണം ചെയ്യേണ്ട വ്യാഴമാണ്, വളരെ ഗുണം ചെയ്യേണ്ടതാണ്. വ്യാഴത്തിന് എല്ലാത്തിനുമുണ്ട് ഈ ഗുണദോഷങ്ങൾ. ഗുണം മാത്രമായിട്ട് നിൽക്കുന്ന രാശി കുറവായിരിക്കും. മനുഷ്യന്റെ ജീവിതമാണല്ലോ നമ്മൾ പറയുന്നത്. ഗുണം മാത്രമേ സംഭവിക്കാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല. മനുഷ്യരുടെ ജീവിതം കുറേ ഗുണങ്ങളും ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. അതെ, അത് തന്നെയാണ് ഇവിടെ നമുക്കും പറയാനുള്ളത്. ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ നെഗറ്റീവായിട്ട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജീവിതമല്ല നമ്മൾ പറയുക, അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഈ ചിങ്ങരാശി, ചിങ്ങക്കൂറ്, അപ്പോൾ
മകം പൂരം ഉത്രം കാൽ ഇത്രയും പേർക്കാണ് 11-ലെ വ്യാഴം ഒരുപാട് അവരുടെ അഭീഷ്ടങ്ങളെല്ലാം സാധിക്കുക, സർവാഭീഷ്ട സ്ഥാനം കൂടിയാണ് ഈ 11-ാം ഭാവം. അവരുടെ അഭീഷ്ടങ്ങളെല്ലാം സാധിക്കുക, അതേപോലെ തന്നെ ലാഭങ്ങൾ അവർ ഇതുവരെ പ്രവർത്തിച്ചിട്ട് അതിൻ്റെ ഇൻകം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നവർക്ക് ഇൻകം കിട്ടാത്തവരുണ്ട് കേട്ടോ. ഈ കഴിഞ്ഞ 2.5 കൊല്ലമായിട്ട് 5-ന്റെ പൈസ പണിയെടുക്കുക എന്നുള്ളത് മാത്രമല്ലാതെ 5-ന്റെ പൈസ വരുമാനമായിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അത് ഒരുപാട് പേര് അങ്ങനെ പറയുന്നുണ്ട്, എത്രയൊക്കെ സമ്പാദിച്ചിട്ടും പൈസ കയ്യിൽ. അതെ, അവരെ സംബന്ധിച്ച് കുറച്ചും കൂടിയൊക്കെ അനുകൂലമായിട്ട് വരും, കിട്ടാനുള്ള ധനമൊക്കെ കിട്ടും. പിന്നെ അതുപോലെ പണിയെടുക്കുന്നതിന് ഗുണമുണ്ടാവും, ജോലി ലഭിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടാകും. എന്നാലും ഒന്ന് കരുതണം. കാരണം കണ്ടകശനി കൂടിയും കടന്നു വന്നവർക്ക് അറിയാം ഈ പിന്നെ എല്ലാവരെയും കണ്ണും പൂട്ടി വിശ്വസിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ അതിന് വേറൊരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അലേർട്ടായിട്ടിരിക്കേണ്ടടുത്ത് നമ്മൾ തന്നെ അലേർട്ടായിട്ടിരിക്കണം. അപ്പോൾ അത് ഇനിയും കുറച്ചും കൂടി ശ്രദ്ധിക്കണം. ഇപ്പം സമയം നന്നായി എന്ന് പറഞ്ഞിട്ട് ഈ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് പൈസ നിക്ഷേപിക്കുക. ഇപ്പം പറയാറില്ലേ, ഇപ്പം 2 ലക്ഷം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് അത് 5 ലക്ഷമായിട്ട് കിട്ടും, 50 ലക്ഷമാക്കി കിട്ടും എന്നൊക്കെ പറയാറുണ്ട്. അത് ആ സമയമായിട്ടില്ല, അതിലൊന്നും കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കാനുള്ള സമയമായിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ അവനവനായിട്ട് മണ്ടത്തരം ചെയ്തിട്ട് അത് ജ്യോത്സ്യം പറഞ്ഞല്ലോ, സമയം നന്നായി എന്ന് ജ്യോത്സ്യം പറഞ്ഞല്ലോ, എന്നിട്ട് എന്താ എൻ്റെ കാശ് പോയതെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ വിവരക്കേട് എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് അത്രയ്ക്കൊന്നും സാഹസങ്ങളൊന്നും ചെയ്യാനായിട്ടില്ല. അപ്പോൾ എന്നാലും കഴിഞ്ഞു പോയതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു സമയമാണ് ഇനിയത്തെ ഒരു വർഷം. വ്യാഴത്തിന്റെ ജാതകം കൂടി പരിശോധിക്കണം. അതിൽ കൂടി അനുകൂലമാണെങ്കിലാണ് നമുക്ക് ഇതിന്റെ ഫുള്ളായിട്ട് ഗുണാണെന്ന് പറയാൻ പറ്റുക. നന്ദിയുണ്ട്. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.